Hi dear children, welcome back to our English class. It is time for us to begin our today's class. We are continuing the lesson Is Society Dead? It is written by Andrew Sullivan and here the author says about iPod generation. So let us continue. Music was once the preserve of the living room or the concert hall. Music. പണ്ട് കാലത്ത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് വൺസ് ദ പ്രിസർവ് ഓഫ് ദി ലിവിംഗ് റൂം. ലിവിംഗ് റൂമുകളിൽ, അതായത് നമ്മുടെ വീടുകളിലുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു കൺസേർട്ട് ഹാളിലുള്ള ആക്ടിവിറ്റീസ് മാത്രമായിരുന്നു. ഇറ്റ് വാസ് സംടൈംസ് സോളിറ്ററി ബട്ട് ഇറ്റ് വാസ് പ്രൈമർലി എ ഷെയർഡ് എക്സ്പീരിയൻസ്. ചിലപ്പോഴൊക്കെ ഇറ്റ് വാസ് എ സോളിറ്ററി എക്സ്പീരിയൻസ്. സോളിറ്ററി എന്ന് പറഞ്ഞാൽ ഏകാന്തമായിട്ട് ചിലർ ആസ്വദിക്കാറുണ്ട്. ബട്ട് ഇറ്റ് വാസ് പ്രൈമർലി എ ഷെയർഡ് എക്സ്പീരിയൻസ്. പക്ഷെ അത് തീർച്ചയായിട്ടും ആദ്യമായിട്ട്, പ്രൈമർലി മീൻസ് ആധികാരികമായിട്ട് പ്രാഥമികമായിട്ട് അതെങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് എ ഷെയർഡ് എക്സ്പീരിയൻസ്. ഒരു ഷെയർഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. സംടൈംസ് ദാറ്റ് ബ്രോട്ട് പീപ്പിൾ ടുഗെദർ. ചിലപ്പോഴൊക്കെ അത് ആളുകളെ കൂട്ടി യോജിപ്പിക്കാറുണ്ട്. ബട്ട് മ്യൂസിക് ഈസ് ആസ് അറ്റമൈസ്ഡ് നൗ ആസ് ലിവിങ് ഈസ്. പക്ഷെ ഇപ്പം മ്യൂസിക് എങ്ങനെയായിട്ടുണ്ട്? ഇതും ജീവിതം എങ്ങനെയാണ് അതുപോലെ മ്യൂസിക്കും അണുവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ സീക്രട്ട്. ഇതൊരു സീക്രട്ട് പോലെയാണ്. ബിക്കോസ് ആൾ ആർ യൂസിങ് ദ ഇയർഫോൺ ആൻഡ് ഹിയറിംഗ് ദ മ്യൂസിക്. സോ ദോസ് ആർ സിറ്റിംഗ് നിയർ ടു ദം, ദേ കാൺ ഹിയർ. നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് അപ്പുറത്തിരിക്കുന്ന ആൾ എന്താണ് കേൾക്കുന്നത്, എന്ത് മ്യൂസിക്കാണ് കേൾക്കുന്നതെന്ന് കേൾക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ലൈക്ക് എ സീക്രട്ട്. ദാറ്റ് ബ്ലോക്ക് നെക്സ്റ്റ് ടു യു ഓൺ ദ ബസ് കുഡ് ബി ലിസ്ണിംഗ് ടു ഹെവി മെറ്റൽ ഓർ എ ഗ്രിഗോറിയൻ ചാന്റ്. ദാറ്റ് ബ്ലോക്ക്, ഹിയർ ബ്ലോക്ക് മീൻസ് മാൻ, ദാറ്റ് മാൻ, ദോസ് ആർ സിറ്റിംഗ് നെക്സ്റ്റ് ടു യു ഓൺ ദ ബസ്. ബസ്സിൽ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ, ഹി കുഡ് ബി ലിസ്ണിംഗ് ടു ഹെവി മെറ്റൽ. ഒന്നെങ്കിൽ അദ്ദേഹം കേൾക്കുന്നത് എന്തായിരിക്കും? ഹെവി മെറ്റൽ, അതായത് റോക്ക് മ്യൂസിക്. ഹെവി മെറ്റൽ എന്ന് പറഞ്ഞാൽ റോക്ക് മ്യൂസിക്. ഓർ എ ഗ്രിഗോറിയൻ ചാന്റ്. ഗ്രിഗോറിയൻ ചാന്റ് മീൻസ് ദ സോങ് സങ് ഇൻ ചർച്ച്. ചർച്ചുകളിലൊക്കെ പാടുന്ന പാട്ടിനാണ് ഗ്രിഗോറിയൻ ചാന്റ്. ഒന്നുകിൽ റോക്ക് മ്യൂസിക് ആയിരിക്കും, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും പാട്ടുകളായിരിക്കും. വി ഡോണ്ട് നോ ദാറ്റ്. യു വിൽ നെവർ നോ. നിങ്ങൾക്കത് അറിയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. സോ ബിറ്റ് ബൈ ബിറ്റ്, ഗ്രാജുവലി യു വിൽ നെവർ റിയലി നോ ഹിം. അങ്ങനെ ഇപ്പൊ ഗ്രാജുവലി എന്താവും? വി ഡോണ്ട് നോ ഹൂ ഈസ് സിറ്റിംഗ് നിയർ ടു അസ്. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയാതെ പോവുകയാണ്. ആദ്യം അവർ കേൾക്കുന്ന മ്യൂസിക് എന്താണെന്ന് നമുക്കറിയില്ല. ഗ്രാജുവലി നമ്മൾ ആ ആളെ പോലും നമ്മൾ അറിയാതെ ആവും. ആൻഡ് ബൈ ഹിസ് വൈറ്റ് വയേഴ്സ് ഹി ഈസ് ഇൻഡിക്കേറ്റിംഗ് ഹി ഡസൻ റിയലി വാണ്ട് ടു നോ യു. വൈറ്റ് വയേഴ്സ് ഉപയോഗിച്ചിട്ട്, ഇയർഫോൺ ഉപയോഗിച്ചിട്ട് മ്യൂസിക് കേൾക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാവില്ല? അപ്പുറത്തിരിക്കുന്ന ആള് ഹൂ ഈസ് ഹി എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമില്ല. ദാറ്റ്സ് വൈ ഹി ഈസ് ഹിയറിംഗ് ദ മ്യൂസിക്. അതുകൊണ്ടാണ് മ്യൂസിക് കേൾക്കുന്നത്. വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ദിസ്? അപ്പം നമ്മൾ ഇതിൽ നിന്നും കിട്ടുന്നത് എന്താണ്? ദ ചാൻസ് ടു സ്ലിപ്പ് അവേ ഫോർ എ വൈൽ ഫ്രം എവരിഡേനെസ്, ടു ഗീവ് യുവർ ലൈവ്സ് ഇറ്റ്സ് ഓൺ സൗണ്ട് ട്രാക്സ്. ദ ചാൻസ് ടു സ്ലിപ്പ് അവേ ഫോർ എ വൈൽ ഫ്രം എവരിഡേനെസ്. നമ്മുടെ ഒരു ഓർഡിനറി ലൈഫിൽ നിന്നും ഗ്രാജുവലി ഒന്ന് മാറി നിൽക്കാനുള്ളൊരു അവസരം. ടു ഗീവ് യുവർ ലൈവ്സ് ഇറ്റ്സ് ഓൺ സൗണ്ട് ട്രാക്ക്. നമ്മുടെ ജീവിതത്തിന് ഒരു ലൈവ്ലിനെസ് കൊടുക്കാനുള്ള ഒരു ചാൻസ്. To still the monotony of the commute, to listen more closely and carefully to music that can lift you up and can keep you going. To listen more closely and carefully to music. കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടും കെയർഫുൾ ആയിട്ടും മ്യൂസിക് കേൾക്കാനുള്ള ആ ഒരു ചാൻസ്. That can lift you up and can keep you going. നമ്മളെ കോൺഫിഡൻ്റ് ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മിസ് ചെയ്യാണ്. Because all are living in their own worlds. We become masters of our own interest. നമ്മുടെ താല്പര്യങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇൻട്രസ്റ്റ്. നമ്മുടെ താല്പര്യങ്ങൾ എന്താണോ അതിൽ മാത്രമാണ് നമ്മൾ മാസ്റ്റേഴ്സ് ആവുന്നത്. We don't know what is the interest of others. More connected to people like us over the internet. നമ്മൾ കൂടുതലായിട്ടും കണക്റ്റഡ് ആരുമായിട്ടാണ്? ഇന്റർനെറ്റിലുള്ള ആളുകളുമായിട്ടാണ്. Not those who are living or not those who are our neighbors. നമ്മുടെ നൈബേഴ്സുമായിട്ടല്ല, those who are living in our internet world. Internet more instantly in touch with anything we want, need or think we want and think we need. Internet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോർ ഇൻസ്റ്റന്റ്ലി, ഇമ്മീഡിയറ്റ്ലി ഇൻ ടച്ച്. നമുക്ക് കൈവിരൽ തുമ്പിൽ എല്ലാം അവൈലബിൾ ആക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇന്റർനെറ്റ്. ഇൻ ടച്ച് വിത്ത് എനിത്തിങ് വി വോണ്ട്. നമുക്ക് എന്ത് വേണോ we will have that in our fingertips. Need or think we want and think we need. നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വേണമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ഫെസിലിറ്റിയാണ് ആർക്കുള്ളത്? ഇന്റർനെറ്റിന്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ബട്ട് വാട്ട് ആർ വി മിസ്സിംഗ്? നമുക്ക് ഇതിൽ നിന്നൊക്കെ മിസ് ചെയ്യുന്നത് എന്താണ്? That hilarious shad of an overheard conversation that stays with you all day. നമ്മൾ ആകസ്മികമായിട്ട് കേൾക്കുന്ന, ഷാഡ് എന്ന് പറഞ്ഞ ബ്രോക്കൺ പീസ്,
അത് ചെറിയ ചെറിയ കോൺവെർസേഷന്റെ കുറച്ച് ഭാഗങ്ങൾ, ഓവർഹെഡ് കോൺവെർസേഷൻ, നമ്മൾ അറിയാതെ ആകസ്മികമായിട്ട് കേട്ടു പോകുന്ന കോൺവെർസേഷന്റെ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ ദാറ്റ് സ്റ്റേസ് വിത്ത് യു ഓൾ ഡേ, നമ്മളുടെ കൂടെ ഇന്നും നിലനിൽക്കും. എന്നാൽ കംപ്ലീറ്റ് ആവാത്ത ഒരു കോൺവെർസേഷൻ, രണ്ടുപേരും സംസാരിക്കുന്നത് അറിയാതെ കേൾക്കുന്ന ആ ഒരു കോൺവെർസേഷൻ, ഇറ്റ് സ്റ്റേസ് വിത്ത് us all day. We are missing that. Then the child whose chatter on the pavement takes you back to your earlier memories. പിന്നെ കുട്ടികൾ തമ്മിലുള്ള സംഭാഷണം, അവരുടെ ചാറ്ററിങ്, അത് കേട്ട് വഴിയോരത്ത് കൂടെ നടന്നു പോകുന്ന സമയത്ത് കുട്ടികൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വി ആർ തിങ്കിങ് അബൌട്ട് അവർ ചൈൽഡ്ഹുഡ്, നമ്മളുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ചിന്തിക്കും. സോ വി ആർ ഗെറ്റിംഗ് ബാക്ക് അവർ മെമ്മറീസ്. അപ്പൊ നമ്മുടെ ബാല്യകാലത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു സംഭാഷണങ്ങൾ, വി ആർ മിസ്സിംഗ് ദാറ്റ്. Then bird song, weather, accents, the laughter of others, all these we are missing. So when we are living in this technological world, we are missing these things. And those thoughts that come not by filling your head with a selected diversion. നമ്മളുടെ ചിന്തകളിലേക്ക്, നമ്മുടെ ഓർമ്മകളിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ, ദോസ് തോട്ട്, ചിന്തകൾ, ദാറ്റ് കം നോട്ട് ബൈ ഫില്ലിംഗ് യുവർ ഹെഡ് വിത്ത് സെലക്ടഡ് ഡൈവേർഷൻ. സെലക്ടഡ് ആയിട്ട് നമ്മൾ അല്ലാതെ കടന്നു വരുന്ന ചിന്തകൾ, ബൈ allowing your mind to wander aimlessly through the regular background noise of human and mechanical life. പക്ഷെ നമ്മൾ എന്തിനെ അലോ ചെയ്യുന്നുണ്ട്? ബട്ട് ബൈ അലൗവിങ് യുവർ മൈൻഡ്, നമ്മുടെ മൈൻഡിനെ ഇറ്റ് ഈസ് അലൗവിങ് അസ് ടു വാണ്ടർ എയിംലെസ്ലി, അതായത് ചിന്തകളെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ അനുവദിക്കുകയാണ്. ത്രൂ ദ റെഗുലർ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഓഫ് ഹ്യൂമൻ ആൻഡ് മെക്കാനിക്കൽ ലൈഫ്. നമ്മുടെ ഒരു മെക്കാനിക്കൽ ലൈഫ് ആണെങ്കിൽ കൂടി നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളുണ്ട്. എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ക്യാൻ ക്രൗഡ് ഔട്ട് ദി ഇന്റീരിയർ മൈൻഡ്. അത് പുറമേ നിന്നും കിട്ടുന്ന ഒരു പ്രചോദനം, അത് നമ്മുടെ ഇന്റീരിയർ മൈൻഡ്, മനസ്സിന്റെ ഉള്ളിലേക്കാണ് എത്തുന്നത്. ഈവൻ ദ ബോർഡം ദാറ്റ് ബി ഫ്ലീ ഹാസ് ഇറ്റ്സ് യൂസസ്. നമ്മൾ ചില സമയത്ത് ബോറിംഗ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, ഈവൻ ദാറ്റ് ബോർഡം ഹാസ് ഓൾസോ ഇറ്റ്സ് ഓൺ യൂസസ്. ആ ബോറിംഗ് ആയിട്ടുള്ള ആ ഒരു ടൈമിന് പോലും അതിൻ്റെതായിട്ടുള്ള യൂസ്ഫുൾനെസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ബോറിംഗ് ആണെങ്കിൽ അതിന് പോലും ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. എങ്ങനെയാണ് ആ ബോറിംഗ് പോസിറ്റീവായിട്ട് മാറുന്നത്? വി ആർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് അവർ ഓൺ മീൻസ് ടു ഓവർകം ഇറ്റ്. അപ്പൊ നമ്മൾ ബോറിംഗ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തിലെങ്കിലും എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കും. സോ അതൊരു പോസിറ്റിവിറ്റിയാണ്. സോ ഇൻ ഓർഡർ ടു ഓവർകം അവർ ബോർഡം, വാട്ട് വി വിൽ ഡു? വി വിൽ ഇൻഡൾജ് ഇൻ സംതിങ്. Not so long ago, I was on a trip and realized I had left my iPod behind. കാരണം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? നോട്ട് സോ ലോങ് എഗോ, കുറച്ച് അത് ഒരുപാട് അധികം ആയിട്ടില്ല. ഐ വാസ് ഓൺ എ ട്രിപ്പ്, ഞാനൊരു ട്രിപ്പിലായിരുന്നു. ആൻഡ് റിയലൈസ് ഐ ഹാഡ് ലെഫ്റ്റ് മൈ ഐപോഡ് ബിഹൈൻഡ്. ഐപോഡ് എവിടെയോ അദ്ദേഹം വീട്ടിൽ മറന്നു വെച്ചിട്ടാണ് പോയത്. പാനിക്. അപ്പോൾ ഉടനെ അദ്ദേഹം പാനിക് ആവുക എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് എ മാഡ് പേഴ്സൺ. ബട്ട് ദെൻ സംതിങ് എൽസ്. പക്ഷെ ഇനിയിപ്പോൾ വേറെ രക്ഷയൊന്നുമില്ല. He cannot go back to his house and take the iPod. So he had to adjust with that situation. I noticed the rhythms of others again. അപ്പോൾ എന്ത് ചെയ്തു? മറ്റുള്ളവരുടെ ചലനങ്ങളൊക്കെ വീണ്ടും നോക്കി കാണാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടുകയാണ്. The sound of the airplane, the opinions of the taxi driver, the small social cues that had been obscured before. അപ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ചുറ്റുപാടും നടക്കുന്ന what are the things happened around him. Sound of the airplane, പിന്നെ opinions of the taxi driver means conversation, the small social cues, ചെറിയ സോഷ്യൽ ആക്ടിവിറ്റീസ്, ഇതെല്ലാം അദ്ദേഹത്തിന് നോട്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ കിട്ടുകയാണ്. That had been obscured before, hidden. മുൻപ് അതായത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് വീണ്ടും നോട്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. I noticed how others related to each other. മറ്റുള്ളവർ പരസ്പരം എങ്ങനെയാണ് മറ്റുള്ളവർ റിലേറ്റ് ആയിട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. And I felt just a little bit connected again and a little more aware. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു സൊസൈറ്റിയുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയി എന്നുള്ള ഫീലിംഗ് അദ്ദേഹത്തിന് വരികയാണ്. ട്രൈ ഇറ്റ്, ദർ ഇസ് എ വേൾഡ് ഔട്ട് ദർ. അപ്പോൾ ഈ ഐപോഡ് അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ വേൾഡ് എന്നതിന് പുറമെ ഒരു റിയൽ വേൾഡ് ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ആൻഡ് ഇറ്റ് ഹാസ് എ സൗണ്ട് ട്രാക്ക് ഓൾ ഓൺ ഇറ്റ്സ് ഓൺ. അതിനും അതിൻ്റെതായിട്ടുള്ള കുറച്ച് പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ റിയൽ ലൈഫിലുണ്ട്. അത് ടെക്നോളജിക്കൽ വേൾഡ് നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി വി ഷുഡ് നോട്ട് മിസ് അവർ റിയൽ വേൾഡ്. നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത്, യഥാർത്ഥമായൊരു ജീവിതത്തിൽ നിന്നും നമ്മൾ ഒരിക്കലും മാറി നിൽക്കാൻ പാടില്ല. വി ഹാവ് ടു യൂസ് അവർ ടെക്നോളജിക്കൽ ഫെസിലിറ്റി. ടെക്നോളജിയുടെ ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യണം. ബട്ട് വി ഷുഡ് നോട്ട് മൂവ് ഫ്രം അവർ റിയൽ വേൾഡ്. ഒരിക്കലും നമ്മൾ റിയൽ വേൾഡിൽ നിന്നും നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. Okay, so this is our lesson, is society dead?
Okay, thank you all. It is time for us to stop our class. Thank you all. Thank you for watching my video.